ഇന്ന് നമുക്ക് പച്ചക്കായ കൊണ്ടൊരു നാടൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മീനൊക്കെ കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ കട്ടിച്ചാറോട് കൂടിയുള്ളൊരു കറിയാണിത്. ഇതുണ്ടാക്കാനായി ആദ്യം ഒരു ചട്ടിയിൽ ഓയിൽ ചേർക്കുക. നാടൻ കറികളൊക്കെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഈ ഓയിലിലോട്ട് ഞാനൊരു ചെറിയൊരു സ്മാൾ സൈസ് സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ചോപ്പ് ചെയ്താണ് ഞാൻ ചേർത്തത്. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് വേണമെങ്കിൽ കൊച്ചുള്ളി ഒരു 10-12 എടുക്കാം. ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി സവാളയാണ് എടുത്തത്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഞാൻ 1 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി 2 പച്ചക്കായ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കായ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരം വഴറ്റാനൊന്നും നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതിയാകും. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചേർത്താൽ മതിയാകും. ഇനി ഒരു മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് തേങ്ങ ചേർക്കുക. അതിലോട്ട് 2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി വേണ്ടത് 1/2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം. അത് അരച്ചെടുക്കുന്നിടയിൽ നമുക്ക് നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളി പിഴിഞ്ഞ് അതിൻ്റെ ചാറ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അരച്ച് വച്ചേക്കുന്ന അരപ്പും കൂടി നമുക്കിതിലോട്ട് ചേർക്കാം. ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അരപ്പെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും വെള്ളം വേണമെങ്കിൽ നമുക്കതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് കുറച്ച് വെള്ളവും കൂടെ വേണം, അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് കൂടെ വെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് 5 മിനിറ്റ് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. താളിപ്പിന് വേണ്ടി ഒരു പാനിലോട്ട് ഓയിൽ ചേർത്ത് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി ചേർക്കുക. അത് കഴിഞ്ഞ് വറ്റൽമുളക് ഇടുക. പിന്നെ കറിവേപ്പിലയും കൂടെ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് കറിയിലോട്ട് ചേർക്കാം. അങ്ങനെ നമ്മുടെ നാടൻ രുചിയിലുള്ള പച്ചക്കായ കറി റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചൂട് ചോറിനൊപ്പം ഒഴിച്ച് കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് മീനില്ലാത്തൊരു മീൻ കറി എന്ന് വേണമെങ്കിലും പറയാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.